സർവശക്തിയുള്ള നീതിമാനായ ത്രിയേക ദൈവത്തിന് വാഴ്വുകളും മഹത്വവും സ്തുതിയും പ്രശംസയും ഞാൻ അർപ്പിക്കുന്നു. നമ്മുടെ പാപങ്ങൾക്ക് തൻ്റെ ജീവനെ പരിഹാരമായി തന്ന ജീവനുള്ള വചനമായ ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ കർത്താവിന്റെ ദാസീദാസന്മാർക്കും ദൈവമക്കൾക്കുമുള്ള വന്ദനങ്ങളെ അറിയിക്കുന്നു. തിരുസന്നിധിയിൽ ഈ ആഴ്ചയുടെ അവസാനത്തെ സന്ധിയിൽ ഇവിടുത്തെ കണക്കിന് ഞാൻ അങ്ങ് പറയുകയാണ്. സന്ധ്യയും ഒന്നും ആയിട്ടില്ലാത്ത സമയമേഖലകളിലുള്ളവരും ഉണ്ട് എന്ന തിരിച്ചറിവ് ഉണ്ട്. സ്തോത്രം. ഈ ആഴ്ചയുടെ അവസാനത്തെ സന്ധിയിൽ നമുക്കൊരുമിച്ച് ഇങ്ങനെ കൂടുവാൻ കർത്താവ് തന്ന ഭാഗ്യത്തിനായി ദൈവത്തെ വാഴ്ത്തുന്നു. കൂടി വന്ന നിങ്ങളെല്ലാവരെയും ദൈവസന്നിധിയിൽ സന്തോഷത്തോടെ ഓർക്കുന്നു. നിങ്ങളുടെ താല്പര്യം ദൈവവചന പഠനത്തിനും ഈ അധ്യയനം മുൻപോട്ട് കൊണ്ടുപോകുന്നതിനും എനിക്കും പ്രചോദനമാണ്. കർത്താവ് നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മൾ വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായമായിരുന്നല്ലോ പഠിച്ചുകൊണ്ടിരുന്നത്. എന്തെങ്കിലും അതിൽ വിശദീകരണങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ, മനസ്സിലാകാതെ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇല്ലെങ്കിൽ നമ്മൾ ഇന്ന് 18-ാം അധ്യായത്തിലേക്ക് പോവുകയാണ്. അതിനു മുമ്പ് ഞാൻ ഒരു കാര്യം കൂടെ ആ വിഷയത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. നമ്മൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത് ആദ്യത്തെ ഏതാണ്ട് 300 വർഷങ്ങൾ ക്രിസ്തുസഭ പീഡനങ്ങളിലൂടെ കടന്നുപോയെങ്കിലും സഭ മിക്കവാറും കോണ്ടിനെന്റ്സിലേക്ക്, ഭൂഖണ്ഡങ്ങളിലേക്ക് പടർന്നു, വളർന്നു. സ്തേഫാനോസ് തുടങ്ങി രക്തസാക്ഷികൾ സഭയിൽ ധാരാളമുണ്ടായി. യേശുക്രിസ്തു തെരഞ്ഞെടുത്ത 12 അപ്പോസ്തോലന്മാരിൽ പ്രധാനികളായി എണ്ണപ്പെട്ടിരുന്ന 3-ൽ ഒരുവനായ യാക്കോബ് ഉൾപ്പെടെ ഉള്ള അപ്പോസ്തോലന്മാരൊക്കെ രക്തസാക്ഷികളായി തീർന്നിട്ടും ദൈവത്തിന്റെ സഭ വളർന്നുകൊണ്ടിരുന്നു. നാം അറിയുന്നത് പോലെ യോഹന്നാൻ അപ്പോസ്തോലൻ ഒഴികെയുള്ള മറ്റെല്ലാവരും പല തരങ്ങളിൽ, പല സ്ഥലങ്ങളിൽ രക്തസാക്ഷിത്വം വരിച്ചെങ്കിലും അതൊന്നും സഭാ വളർച്ചയെ പ്രതികൂലമായി ബാധിച്ചില്ല. ഇന്നും അങ്ങനെ തന്നെയാണ് കേട്ടോ. മുൻപന്തിയിൽ നിൽക്കുന്ന സുവിശേഷ പ്രവർത്തകർ, മിഷണറിമാർ രക്തസാക്ഷികളായി തീർന്നാലും അതൊന്നും ദൈവസഭയുടെ വളർച്ചയെ ബാധിക്കുകയില്ല. കാരണം ദൈവസഭയുടെ വളർച്ച അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് അതിൻ്റെ മാനുഷിക നേതൃത്വത്തിലല്ല, പകരം യേശുക്രിസ്തുവിന്റെ ശക്തിയിലാണ്. ക്രിസ്തുവിന്റെ വാഗ്ദത്തമാണ്, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. എന്നാൽ ദൈവത്തിന്റെ ആ വലിയ കെട്ടുപണിയിൽ മൺകീടങ്ങളായ നമുക്ക് ഒരു പങ്കാളിത്തം ലഭിച്ചു എങ്കിൽ സ്തോത്രത്തിനേ ഉള്ളു വക, കോളർ പിടിക്കാൻ ഒരു വകയുമില്ല. കൃപയാൽ അതിൽ നമുക്ക് പങ്ക് ലഭിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. എന്നെ വളരെയധികം ആവേശപ്പെടുത്തുന്ന ഒരു പ്രസ്താവനയാണ് പൗലോസ് 1 കൊരിന്ത്യർ 3:9 പറയുന്നത്, ഞങ്ങൾ ദൈവത്തിന്റെ കൂട്ടുവേലക്കാർ. ഞങ്ങളുടെ ബൈബിൾ സ്കൂളിലെ ഞങ്ങളുടെ ബാച്ചിന്റെ ഗ്രാജുവേഷന്റെ തീമായിരുന്നു അത്. ഇന്നും എൻ്റെ മനസ്സിൽ അത് കിടപ്പുണ്ട്. 1992 എങ്കിൽ കൂടെ ജനുവരി 5-ാം തീയതി ആയിരുന്നു ആ ഗ്രാജുവേഷൻ സർവീസ്. പക്ഷെ ഇന്നും എൻ്റെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞിരിക്കുന്ന, എന്നെ വളരെയധികം ഉത്സാഹപ്പെടുത്തുന്ന, സന്തോഷിപ്പിക്കുന്ന ഘടകമാണ്, ഞങ്ങൾ ദൈവത്തിന്റെ കൂട്ടുവേലക്കാർ. പൗലോസ് മറ്റൊരിടത്ത് പറയുന്നുണ്ട്, ഇത്
സ്തോത്രം, കരുണയാൽ ലഭിച്ച ശുശ്രൂഷയാണ്. അതെ, നിങ്ങൾ ചിലർ പാസ്റ്റേഴ്സ് അല്ലെങ്കിൽ കൂടെ ദൈവത്തിന്റെ സഭാ പണിയിൽ എന്തെങ്കിലുമൊക്കെ പങ്കാളിത്വം നിങ്ങൾക്കും എനിക്കും ലഭിച്ചുവെങ്കിൽ നമ്മുടെ യോഗ്യത കൊണ്ടല്ല, സ്തോത്രം, നമ്മുടെ കഴിവുകളാലല്ല, ദൈവത്തിന്റെ കരുണയാൽ ലഭിച്ച പങ്കാളിത്വമാണ്. നമുക്കൊരു പങ്കാളിത്വം ഉണ്ടെന്നേ ഉള്ളൂ. സ്തോത്രം, നമ്മുടെ ചീഫ് ആയിട്ട്, മുഖ്യനായിട്ട് ഈ പണി നടത്തുന്നത് നമ്മുടെ കർത്താവാണ്. അതുകൊണ്ട് പണിക്കാരായ നമ്മിൽ ചിലർ ഇല്ലാതെയായി പോയി എന്ന് കരുതി ദൈവസഭയുടെ പണി മുടങ്ങത്തില്ല. സ്തോത്രം, എത്ര പ്രതികൂലങ്ങൾ ഉണ്ടായാലും, ഏതെല്ലാം സർക്കാരുകൾ എതിരായാലും, ഏതൊക്കെ സാമ്രാജ്യത്വ ശക്തികൾ നമുക്കെതിരായി സഭയ്ക്കെതിരായിട്ട് ഉയർന്നാലും, ഏതെല്ലാം പൈശാചിക ശക്തികൾ അലറിയെടുത്താലും, ഏതെല്ലാം നരകവാതിലുകൾ ദൈവസഭയ്ക്ക് എതിരായിട്ട് വായി പിളർന്നാലും ഭയപ്പെടേണ്ടതില്ല. സഭയുടെ ചുക്കാൻ പിടിക്കുന്നത് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ സഭാനാഥനായ ക്രിസ്തുയേശുവാണ്. അതുകൊണ്ട് ആർക്കും അവന്റെ കൈകളെ തളർത്താൻ കഴിയുകയില്ല. ഫിലദൽഫിയ സഭയോട് പറഞ്ഞതുപോലെ ദാവീദിന്റെ താക്കോലുള്ളവനാണവൻ. സ്തോത്രം, ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുന്നവൻ, ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുന്നവൻ. സ്തോത്രം, അതുകൊണ്ട് ആദ്യത്തെ 3 നൂറ്റാണ്ടുകൾ, സ്തോത്രം, AD 306 വരെ എന്ന് നമുക്ക് പറയാം. AD 306 വരെ, AD 64 മുതൽ 306 വരെ ഏറെ പ്രതികൂലങ്ങളിലൂടെ സഭ കടന്നുപോയപ്പോഴും സഭാ വളർച്ച അനുസ്യൂതം നടന്നുകൊണ്ടിരുന്നു. അതിനെ തടുക്കുവാൻ രക്തസാക്ഷിത്വത്തിന് കഴിഞ്ഞില്ല, മരണത്തിന് കഴിഞ്ഞില്ല, നിയമങ്ങൾക്ക് കഴിഞ്ഞില്ല, ഉപദ്രവങ്ങൾക്ക് കഴിഞ്ഞില്ല. സ്തോത്രം, അന്ന് സംഘടിതമായ ഒരു സഭ ഒരുപക്ഷെ ഉണ്ടായിരുന്നില്ല. അന്ന് അമ്പരചുംബികളായ കെട്ടിടങ്ങളില്ലായിരുന്നു. സ്തോത്രം, സ്വന്തമായി കൂടി വരുവാൻ അമ്പരചുംബികൾ അല്ലെങ്കിലും പെന്തക്കോസ്ത് ഭാഷയിൽ പറഞ്ഞാൽ ഹോളുകൾ പോലും ഉണ്ടായിരുന്നില്ല. പക്ഷേ ദൈവസഭ എപ്പോഴും വളർന്നുകൊണ്ടേയിരുന്നു. അതിലേക്ക് ദൈവം മനുഷ്യരെ, രക്ഷിക്കപ്പെടുന്നവരെ ചേർത്തുകൊണ്ടിരുന്നു. എൻ്റെ കൂടെ നിങ്ങൾ ഉണ്ടെന്ന് കരുതുന്നു എല്ലാവരും. സ്തോത്രം, ദൈവം രക്ഷിക്കപ്പെടുന്നവരെ സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. എന്നാൽ 306 കുസ്തന്തീനോസ് ചക്രവർത്തി കോൺസ്റ്റന്റൈൻ താൻ ഏർപ്പെട്ടിരുന്ന ഒരു യുദ്ധത്തിൽ തോൽക്കും എന്ന ഒരു നില വന്നു. ആ യുദ്ധത്തിൽ ജയിക്കേണ്ടതിന് അയാൾ കുരിശടയാളം വെച്ചു. തൻ്റെ കൊടികളിലും അങ്ങനെയുള്ള തൻ്റെ സകല സംഗതികളിലും കുരിശടയാളം വെച്ചു. യുദ്ധം ചെയ്തു. ആ യുദ്ധത്തിൽ അയാൾ ജയിച്ചു. ജയിച്ചപ്പോൾ താൻ പറഞ്ഞു, സ്വപ്നത്തിൽ താൻ കണ്ടിരുന്നുവെന്ന ഈ കുരിശടയാളത്താൽ നിങ്ങൾ ജയിക്കുമെന്ന്. അങ്ങനെ അന്നു മുതൽ സഭയുടെ അകത്തേക്ക് അതുവരെ ഇല്ലാതിരുന്ന കുരിശടയാളം വന്നു. അപ്പോൾ കുരിശ് സഭയ്ക്കകത്തേക്ക് കയറിയത് അന്നു മുതലാണ്. കുരിശു വരയ്ക്കുന്നതും കുരിശു ചുമക്കുന്നതും എല്ലാം 306 AD 306 ശേഷമാണ് ദൈവസഭയിലേക്ക് പ്രവേശിച്ചത്. അംശവസ്ത്രങ്ങൾ പ്രവേശിച്ചതും അതിനുശേഷമാണ്. നമ്മൾ പഠിച്ചതുപോലെ 313 എഡിക്റ്റ് ഓഫ് മിലാൻ വിളംബരം.
അതിലൂടെയാണ് ഈ ബാബിലോണ്യ മതത്തിന്റെ ചുവപ്പ് വസ്ത്രങ്ങൾ സഭയ്ക്കകത്തേക്ക് കയറിക്കൂടിയത്. അങ്ങനെ ശുദ്ധജലം തളിക്കൽ, കുരിശു വരയ്ക്കൽ, കുരിശടയാളം വയ്ക്കൽ, പിന്നെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ള പുരോഹിതന്മാരുടെ സ്ഥാനങ്ങൾ ക്രമീകരിക്കൽ, വസ്ത്രം, വിശേഷ വസ്ത്രങ്ങൾ ധരിക്കൽ, ഇതെല്ലാം കുസ്തന്തീനോസിനോടുകൂടെ, കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയോടുകൂടെ സഭയ്ക്കകത്തേക്ക് കയറിക്കൂടിയ ദുരുപദേശങ്ങളും ദുരാചാരങ്ങളുമാണ്. ഇതൊന്നും ക്രൈസ്തവ്യമല്ല. അപ്പോസ്തോലന്മാരോ അപ്പോസ്തോലിക പിതാക്കന്മാരോ സഭാപിതാക്കന്മാരോ ഇവരാരും തന്നെ ഈ 3 നൂറ്റാണ്ടുകൾ ഇങ്ങനെയുള്ള ആചരണങ്ങൾ ഒന്നും തന്നെ ആചരിച്ചിരുന്നില്ല. ഇങ്ങനെയെല്ലാം ഈ അനാചാരങ്ങളിലൂടെ കടന്നു വന്നു. നമ്മൾ പഠിച്ചിട്ടുള്ളതുപോലെ പോണ്ടിഫെക്സ് മാക്സിമസ് എന്ന നിലയിൽ പൊന്തിഫുമാർ ചക്രവർത്തിമാരുടെ സിംഹാസനങ്ങളിൽ ഇരിക്കാൻ തുടങ്ങി. ചക്രവർത്തിമാരുടെ സിംഹാസനങ്ങളിൽ പോന്തീഫുമാർ ഇരിക്കാൻ തുടങ്ങി. അത് പത്രോസ് ഇരുന്നതാണെന്ന് വരുത്തി തീർത്തു. എന്നിട്ട് കാർഡിനാൾസ്, കർദിനാൾ എന്ന് പറഞ്ഞാൽ പ്രിൻസ് എന്നാണ് അർത്ഥം. പ്രിൻസ്, രാജകുമാരന്മാർ എന്നാണ് കർദിനാൾമാർ എന്ന് പറഞ്ഞാൽ അർത്ഥം. ഇപ്പം പോന്തീഫ്, പോപ്പ് രാജാവും ചക്രവർത്തിയും, കർദിനാൾമാർ രാജകുമാരന്മാരും എന്ന ബാബിലോണ്യ മതത്തിൽ നിന്നും വന്ന് റോമാ മതത്തിലേക്ക് ദത്തെടുത്തിരുന്ന അനാചാരങ്ങളെ ക്രൈസ്തവ സഭയ്ക്കകത്തേക്ക് കുത്തിക്കയറ്റി. ഇന്നുമുണ്ടല്ലോ പോന്തീഫും കർദിനാൾമാരും. സ്തോത്രം. അങ്ങനെ സഭ വല്ലാതെ വികലമായി തീർന്നു. അങ്ങനെ വികലമായി മാറിയിട്ടാണ് ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ AD 1190 റോമൻ കത്തോലിക്ക പോപ്പ് ഇന്നസെന്റ് മൂന്നാമൻ ഒരു കൽപ്പന പുറപ്പെടുവിച്ചു. 1199 AD 1199. വിചിത്രമായ ഒരു സംഗതിയായിരുന്നു. ആരും ബൈബിൾ വായിക്കരുത്. അതുപോലെ ആരും ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്യരുത്. ആരും ബൈബിൾ വിവർത്തനം ചെയ്യരുത്. എന്നിട്ട് ഉള്ള ബൈബിളുകളെല്ലാം കത്തിച്ചു കളക എന്ന ഒരു കൽപ്പനയാണ് പോപ്പ് ഇന്നസെന്റ് മൂന്നാമൻ AD 1199 പുറപ്പെടുവിച്ചത്. എത്ര ഹീനമായ കാര്യം! അതേ തുടർന്നാണ് ഞാൻ ഇന്നലെ പറഞ്ഞ മതവേട്ട, വിശുദ്ധ വേദപുസ്തകത്തിനെതിരെ റോമൻ കത്തോലിക്ക സഭ അഴിച്ചുവിട്ടത്. എന്നാൽ സ്തോത്രം, ഇവരുടെ ആരുടെയും എതിർപ്പുകൾക്ക് വേദപുസ്തകത്തെ ഇല്ലായ്മ ചെയ്യുവാൻ കഴിഞ്ഞില്ല. ഈ എതിർപ്പുകൾക്കൊന്നും തന്നെ വേദപുസ്തകത്തിന്റെ കോപ്പികൾ നശിപ്പിക്കുവാൻ സാധിച്ചില്ല. ഇതിന്റെ വിവർത്തനത്തെ തടയാൻ കഴിഞ്ഞില്ല. വിശ്വാസത്തെ വിലക്കുവാൻ കഴിഞ്ഞില്ല. വിശ്വസിക്കുന്നവരുടെ എണ്ണത്തെ കുറയ്ക്കുവാൻ കഴിഞ്ഞില്ല. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടല്ലോ? എന്നും ഈ തിരുവെഴുത്ത് അതിന്റെ ജൈത്രയാത്ര തുടരുകയാണ്. ആരൊക്കെ ഇതിനെതിരായിക്കൊള്ളട്ടെ, സാരമില്ല കേട്ടോ, സാരമില്ല. പ്രൈസ് ഗാഡ്. ഇന്നത്തെ നിലയിൽ വേദപുസ്തകം കുത്തിക്കെട്ടി നമുക്ക് ലഭിക്കുന്നതിന് മുമ്പ് തന്നെ നടന്ന ഒരു സംഭവം കൂടെ ഞാൻ പറഞ്ഞിട്ട് ആ ഭാഗം വിടാം.
എന്റെ കൂടെ നിങ്ങളൊക്കെ ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. 3 പേരുടെ മുഖമേ എനിക്ക് കാണാൻ കഴിയുന്നുള്ളെങ്കിലും. ഓക്കെ. സ്തോത്രം. അപ്പോ ഓക്കെ. അപ്പോൾ ഓക്കെ 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 വീഡിയോ ഓൺ എനിക്കറിയാം. ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്, അതുകൊണ്ടാണ്. ശരി ശരി, കുഴപ്പമില്ല. എനിക്കറിയാം, നമ്മുടെ കൂട്ടത്തിലുള്ള നിങ്ങളെല്ലാവരെയും എനിക്കറിയാവുന്നത് കൊണ്ട് വെറുതെ വന്നിരിക്കത്തില്ല, ഹാജരിടാൻ വരത്തില്ലെന്ന് എനിക്കറിയാം. എങ്കിലും ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. സ്തോത്രം. മറ്റാരെങ്കിലുമൊക്കെ വരുമ്പോൾ നിങ്ങളൊക്കെ വീഡിയോ ഓൺ ആക്കിയേക്കണേ, എനിക്ക് കുഴപ്പമില്ല. എനിക്ക് നിങ്ങളെ അറിയാവുന്നത് കൊണ്ട്. ആരെങ്കിലും അതിഥികളായി നമ്മുടെ മധ്യം ഞാൻ ഇല്ലാത്ത സമയത്ത് വരുമ്പോൾ ഇങ്ങനെ ഇരിക്കരുത്. അവർ വിചാരിക്കും വെറുതെ ഒരു സുഖക്കേട് പോലെ തോന്നുന്നവർക്ക്. എനിക്ക് നിങ്ങളെ അറിയാവുന്നത് കൊണ്ട് ആ പ്രശ്നമില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ട്രാൻസ്ലേഷൻ നിർത്തിയത് ഏത് വർഷം? ബൈബിൾ പാരായണവും ട്രാൻസ്ലേഷൻ ചെയ്യരുതെന്ന് 1199. ഓ, ഓക്കെ. 1199. യാ, 1199. അതിനു മുമ്പുള്ള ഒരു കാര്യം രസകരമായിട്ട് എനിക്ക് തോന്നിയത്, ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ കഴിയുന്നതിന് വേണ്ടി പറയുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടത് തന്നെയാണ്. പക്ഷെ നാം പറഞ്ഞതുപോലെ ആദ്യത്തെ 3 നൂറ്റാണ്ടുകൾ വളരെ കിരാതമായ ഉപദ്രവങ്ങൾ ക്രൈസ്തവ സഭയ്ക്ക് റോമൻ ചക്രവർത്തിമാർ വരുത്തി തീർത്തല്ലോ. അങ്ങനെ ഇൻ 303 AD 303 AD 303 റോമൻ എംപറർ സീസർ ഡയോക്ലീഷ്യൻ ചക്രവർത്തി അന്ന് വരെ ലഭ്യമായിരുന്ന ദൈവവചനത്തിന്റെ പ്രതികൾ മുഴുവനും, ഇന്നത്തെ പോലെയുള്ള പ്രിന്റഡ് ഒന്നും ഇല്ലല്ലോ, തുകൽ ചുരുളുകൾ, ചർമ്മലിഖിതങ്ങൾ എല്ലാം നശിപ്പിച്ചു കളഞ്ഞു, പിടിച്ചെടുത്ത് കത്തിച്ചു കളഞ്ഞു. എന്നിട്ട് 303 ഈ ഡയോക്ലീഷ്യൻ ചക്രവർത്തി ഒരു വലിയ പ്രസ്താവന നടത്തി. എന്നിട്ട് അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത്, എക്സ്റ്റിങ്ക്ട് ഈസ് ദ നെയിം ഓഫ് ക്രിസ്ത്യൻ. വേദപുസ്തകമൊക്കെ ലഭ്യമായിരുന്നത് മുഴുവനും നശിപ്പിച്ചു കളഞ്ഞിട്ട് പറഞ്ഞു, എക്സ്റ്റിങ്ക്ട് ഈസ് ദ നെയിം ഓഫ് ക്രിസ്ത്യൻ. ക്രിസ്ത്യാനി എന്ന പേര് തന്നെ ഞാൻ നാമാവശേഷമാക്കി. ഒരു ബൈബിളുമില്ല. വംശനാശം വന്ന ഒരു സംഗതിയാണ് ബൈബിൾ, ക്രിസ്ത്യാനിത്വം എന്ന് ലോകത്തെ ഭരിച്ചിരുന്ന റോമൻ ചക്രവർത്തി ഡയോക്ലീഷ്യൻ 303 പ്രസ്താവിച്ചു. പ്രസ്താവിക്കുക മാത്രമല്ല, ഒരു വലിയ മോണുമെന്റ് പോലെ ഉണ്ടാക്കി വെച്ചു. എഴുതി വെച്ചതാണ്, എക്സ്റ്റിങ്ക്ട് ഈസ് ദ നെയിം ഓഫ് ക്രിസ്ത്യൻ. ക്രിസ്ത്യാനിത്വം വംശനാശം വന്നതാണ്. വേദപുസ്തകത്തിന് വംശനാശം വന്നു. അതിലൊക്കെ കോളറ് പിടിച്ച് സന്തോഷത്തോടുകൂടെ ഇരുന്നു. എന്നാൽ സ്തോത്രം, 3 വർഷം കഴിഞ്ഞില്ല. മുമ്പേ നമ്മൾ പറഞ്ഞതുപോലെ 306, ഇത് 303 3 വർഷവും കൂടെ കഴിഞ്ഞ് 306 കുസ്തന്തീനോസ്, മുമ്പേ ഞാൻ പറഞ്ഞതുപോലെ കുരിശടയാളമൊക്കെ വെച്ച് യുദ്ധം ജയിച്ചു കഴിഞ്ഞ് അദ്ദേഹം ക്രിസ്ത്യാനികൾക്ക് സ്വാതന്ത്ര്യം കൊടുത്തു. വിളംബരം 313 അന്ന് കുസ്തന്തീനോസ് ഒരു പ്രസ്താവന നടത്തി. ആരുടെയെങ്കിലും കയ്യിൽ എവിടെയെങ്കിലും വേദപുസ്തകത്തിന്റെ കോപ്പികൾ, പ്രതികൾ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഹാജരാക്കുക. 3 വർഷം കഴിഞ്ഞപ്പോഴേക്കും ചരിത്രം പറയുന്നത് അടുത്ത 24 മണിക്കൂറിനകം
50-ലധികം വേദപുസ്തകത്തിന്റെ പ്രതികളുമായി ക്രിസ്ത്യാനികൾ പുറത്തു വന്നു. സ്തോത്രം. വംശനാശം വന്നു എന്ന് 3 വർഷം മുമ്പ് ഡയോക്ലീഷ്യൻ ചക്രവർത്തി പ്രഖ്യാപിച്ച ക്രൈസ്തവികതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട രേഖയായ വേദപുസ്തകം, എന്നാൽ 3 വർഷത്തിന് ശേഷം, അല്ലെങ്കിൽ 306 മുതൽ 312 വരെയുള്ള കാലഘട്ടങ്ങളിൽ എന്ന് വെച്ചോളൂ, കോൺസ്തന്തീനോസിന്റെ പ്രഖ്യാപന പ്രകാരം ആ പ്രഖ്യാപനം നടന്ന് 24 മണിക്കൂറിനകം 50-ലധികം കോപ്പികൾ ഒളിപ്പിച്ചു വെച്ചിരുന്ന ഇടത്ത് നിന്ന് ക്രിസ്ത്യാനികൾ ഹാജരാക്കി. ഞാൻ കരുതുന്നത് എന്നിട്ടും അവരെ എല്ലാം കൊണ്ടുവന്ന് കാണത്തില്ല. നാളെയും ഇതുപോലെയുള്ള എന്തെങ്കിലും ഒരു സംഗതി കൊണ്ട് ഇവകൾ നശിപ്പിക്കപ്പെട്ടാൽ അങ്ങനെ നശിച്ചു പോകരുതെന്ന് കരുതി അവർ കരുതി വെച്ച് കാണും. അങ്ങനെയുള്ള ഒരു ശേഖരമാണല്ലോ ചാവുകടൽ ചുരുൾ, ഡെഡ് സീ സ്ക്രോൾസ് എന്ന പേരിൽ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കണ്ടെടുത്തതും ബ്രിട്ടീഷ് മ്യൂസിയം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വെച്ചിരിക്കുന്നതും. സ്തോത്രം. ആ പുരാതന കോപ്പികളാണ്, ചർമ്മലിഖിതങ്ങളാണ്. ഞാൻ പറഞ്ഞതിന്റെ സാരം, ദൈവമാണ് വേദപുസ്തകത്തിൻ്റെയും ക്രിസ്ത്യാനിത്വത്തിൻ്റെയും സംരക്ഷകനായി നിന്നത്. സ്തോത്രം. ഒരു സാമ്രാജ്യത്വ ശക്തികളുമല്ല, പട്ടാള ശക്തി കൊണ്ടല്ല, എന്തെങ്കിലും പണത്തിന്റെ ശക്തി കൊണ്ടോ മാംസപേശിയുടെ മസിൽ പവർ, മാംസപേശിയുടെ ശക്തി കൊണ്ടോ അല്ല. എന്നാൽ ഉലകത്തിന്റെ ഉടയവനായ ദൈവം തന്നെ നേരിട്ട് തൻ്റെ വചനത്തെയും തൻ്റെ സഭയെയും ഇന്നുവരെ പരിപാലിച്ചെങ്കിൽ ഇനിയും, സ്തോത്രം, സത്യസഭ ക്രിസ്തുവിന്റെ മണവാട്ടിയായി തേജസ്സിലേക്ക് എടുക്കപ്പെടുന്നതുവരെ ഈ ഭൂമിയിൽ ദൈവം തൻ്റെ സഭയെ പരിപാലിക്കും. അതേക്കുറിച്ച് നമുക്ക് ആശങ്കകൾ വേണ്ട. അതിൽ കർത്താവെ എന്നെയും ഒരു പങ്കാളിയാക്കണമേ എന്ന സമർപ്പണവും ആഗ്രഹവും പ്രാർത്ഥനയും മാത്രം മതി. സ്തോത്രം. അങ്ങനെ വ്യാജമതത്തിന് അന്നേ തുടക്കം കുറിച്ചത് ഇങ്ങനെ കയറി വരികയാണെങ്കിലും ദൈവം തൻ്റെ സഭയെ സൂക്ഷിക്കുന്നു. നമുക്ക് സത്യത്തിന്റെ പരിജ്ഞാനം നൽകി ഈ നീതിയിലേക്ക് തിരിച്ച ദൈവത്തിന് സ്തോത്രം. ഇത്രയും പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുകയാണ്. 17-ാം അധ്യായത്തിൽ നിന്ന് മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചാട്ടെ, ഇല്ലെങ്കിൽ നമുക്ക് 18-ലേക്ക് പ്രവേശിക്കാം. പാസ്റ്ററെ, ഇന്ന് ഈ സഭക്കാര് അവര് എന്തുവാ കരിസ്മാറ്റിക് മൂവ്മെന്റ്സ് ഒക്കെ തുടങ്ങി വെച്ചിരിക്കുന്നതും പിന്നെ ധ്യാന കേന്ദ്രങ്ങളൊക്കെ ആരംഭിച്ചിരിക്കുന്നതും ജനത്തെ അവരുടെ ഗ്രൂപ്പിലേക്ക് നയിക്കുവാനും ക്രിസ്തീയ സഭയെ തകർക്കാനുമുള്ള ഒരു ഉദ്ദേശമല്ലേ? അതെ. പെന്തക്കോസ്തിലേക്കുള്ള ഒഴുക്കിനെ തടയാൻ വേണ്ടിയിട്ട് അവർ ചെയ്ത അല്ലെങ്കിൽ ചെയ്യുന്ന ഒരു തന്ത്രപൂർവമായ നീക്കം എന്നേ ഉള്ളൂ. കാരണം സ്വതന്ത്രമായ ആരാധന, ഫ്രീ വർഷിപ്പ് ജനം ഇഷ്ടപ്പെടുന്നു. അതിനു വേണ്ടിയിട്ട് അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, പരിശുദ്ധാത്മ പ്രവർത്തികൾ ഇവയാൽ ജനം ആകർഷിക്കപ്പെടുന്നു എന്ന് ഇവർ കണ്ടിട്ട് അവിടെ തന്നെ ഇവരെ തളച്ചിടാൻ വേണ്ടിയിട്ട് തുടങ്ങിയ ഒരു പരിപാടിയാണ് ഈ കരിസ്മാറ്റിക് മൂവ്മെന്റുകൾ. അടിസ്ഥാനപരമായി അവർക്ക് മാറ്റങ്ങൾ സംഭവിച്ചിട്ടില്ല. എന്ന് വെച്ചാൽ കുരിശുവണക്കവും പിന്നെ ശിശുസ്നാനം, മരിച്ചവർക്ക് വേണ്ടിയും മരിച്ചവരോടുമുള്ള പ്രാർത്ഥനകൾ, മറിയയോടുള്ള വണക്കം, മറിയ വണക്കം,
അവർ ആരാധന എന്ന് പറയാം. നമ്മൾ ആരാധന, മറിയെ ആരാധിക്കുന്നു എന്ന് പറയുമ്പോൾ അവർ പറയില്ല ഞങ്ങള് ആരാധിക്കുന്നില്ല, വണക്കമെന്നാണ് അവർ പറയുന്നത്. അപ്പൊ ഇതെല്ലാം അടിസ്ഥാനപരമായി അവിടെ തന്നെ ഉണ്ട്. അതിനൊന്നിനും മാറ്റമില്ലാതെ അവര് പെന്തക്കോസ്തുകാരിൽ ഉണ്ടായിരുന്ന ആത്മപ്രവൃത്തിയെ പ്രോത്സാഹിപ്പിക്കുന്നു, അതിന് വേറിട്ടൊരു സ്വാതന്ത്ര്യം കൊടുക്കുന്നു. എന്തിനാ അങ്ങോട്ട് പോകുന്നത്, നമുക്കിവിടെ ഉണ്ടല്ലോ എന്ന് പറയത്തക്കതുപോലെ. അതേ ഉള്ളൂ. നിങ്ങൾ അറിയുന്നത് പോലെ ഞാനും മർത്തോമക്കാരനായിരുന്നു. മർത്തോമ പള്ളിയിൽ നിന്ന് ഒരു 300 മീറ്റർ അല്ലെ 350 മീറ്റർ കാണുമായിരിക്കും ദൂരത്തിലാണ് ഞങ്ങളുടെ വീട്. ഞങ്ങളുടെ വീടിന്റെ, എൻ്റെ ഫാദറിന്റെ കുടുംബത്തിന്റെ തൊട്ടടുത്ത് മർത്തോമയിലെ ഒരു തൊട്ടയൽ പക്കത്ത് മർത്തോമയിലെ ഒരു സുവിശേഷകനും കുടുംബവും പാർക്കുന്നുണ്ട്, ഒക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ രക്ഷിക്കപ്പെട്ടൊക്കെ കഴിഞ്ഞപ്പോ ഈ കഴിഞ്ഞ ഇടയ്ക്ക് വരെ ഞങ്ങളോട് മർത്തോമാ സഭയിൽ നിന്ന് പറയുമായിരുന്നു, നിങ്ങളെങ്കിൽ തിരിച്ചു വാ, നിങ്ങൾക്ക് പ്രസംഗിക്കാൻ ഞങ്ങൾ സമയം തരാം, നിങ്ങൾക്ക് കൈയടിക്കാം, പാട്ടുപാടാം, പ്രസംഗിക്കാം, ഒന്നിനും കുഴപ്പമില്ല, നിങ്ങൾ വാ. ഞങ്ങൾ ഇപ്പോഴും വിളിക്കാറുണ്ട്. അന്ന് മുടക്കുക കത്തൊക്കെ വായിച്ചെങ്കിലും ഞങ്ങളെ വിളിക്കാറുണ്ട് ഇപ്പോഴും. ഞാൻ അവരോട് പറഞ്ഞ ഒരു കാര്യം, പരസ്യമായി ഞാൻ പറയുന്ന ഒരു കാര്യം, ഞാൻ മർത്തോമാ സഭയിലേക്ക് മടങ്ങി വരാം, പക്ഷേ ഒരു നിബന്ധന. എനിക്ക് അവിടെ കൈയടിക്കാനും പാട്ടുപാടാനും പ്രസംഗിക്കാനും അവസരം തന്നാൽ പോരാ, അടിസ്ഥാനപരമായി മർത്തോമാ സഭ ഉപദേശത്തിൽ മാറ്റം വരുത്തണം. അത് ഇന്നതാണെന്ന് ഞാൻ അവരോട് പറഞ്ഞു. ആ നിലയിൽ മർത്തോമാ സഭ അടിസ്ഥാനപരമായി ഉപദേശത്തിലും പ്രാക്ടീസസിലും മാറ്റം വരുത്തിയാൽ ഒരുപക്ഷെ മർത്തോമാ സഭയിലേക്ക് ആദ്യം മടങ്ങിയെത്തുന്നയാൾ ഞാനായിരിക്കും. ഇല്ലാതെ നിങ്ങൾ അതെല്ലാം തുടർന്നുകൊണ്ട് ഇപ്പുറത്ത് ഞായറാഴ്ച 8 തൊട്ട് 10:30 വരെയുള്ള സമയം ഒഴികെയുള്ള ബാക്കി നേരമൊക്കെ ഫ്രീ വർഷിപ്പിന് അവസരം തരികയും അത് മാത്രം ആ നിലയിൽ തുടരുകയും ചെയ്യുന്നെങ്കിൽ അത് ഇരട്ടത്താപ്പ്. കരിസ്മാറ്റിക് ഗ്രൂപ്പുകളിലെല്ലാം, കത്തോലിക്ക സഭ തുടങ്ങി ഇങ്ങോട്ടുള്ള എല്ലാ കരിസ്മാറ്റിക് ഗ്രൂപ്പുകളിലും ഇതാണ്. അവരുടെ അടിസ്ഥാന ഉപദേശങ്ങൾക്ക് മാറ്റം വരുത്തുന്നില്ല, ആ ദുരുപദേശങ്ങളെയെല്ലാം അങ്ങനെ തന്നെ പിടിച്ചിരിക്കും. എന്നിട്ട് ഈ ഒരു ഫ്രീ വർഷിപ്പ് മാത്രം, സ്വതന്ത്രമായ ഒരു ആരാധനയ്ക്ക് സ്വാതന്ത്ര്യം മാത്രം നൽകുന്നു. അതൊരിക്കലും സ്വീകാര്യമല്ല. ശരി, മറ്റൊന്നുമില്ല എങ്കിൽ നമുക്ക് 18-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കാം. പക്ഷേ അപ്പോഴ് ഈ കുരിശടയാളം എന്ന് പറയുന്നത് കലണ്ടറിൽ, നമ്മുടെ പെന്തക്കോസ്ത് സഭകളിലൊക്കെ കലണ്ടറിലുണ്ടല്ലോ. വ്യക്തിപരമായി ഞാൻ അതിനെയും എതിർക്കുന്നു, പാടില്ലാത്തതാണ്. പക്ഷേ അത് ഇന്ന് പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലൊക്കെ അത് ചർച്ചിന്റെ ഒരു അടയാളമായിട്ട് സഭാ ഹാളുകൾക്ക് മുകളിലും സ്ഥാപിക്കാറുണ്ട്. ആ വിഷയത്തിലും IPC, ചർച്ച് ഓഫ് ഗോഡ് തുടങ്ങിയ മുൻനിര പെന്തക്കോസ്ത് സഭകളിൽ ഇതേ സംബന്ധിച്ച് ആശയ പൊരുത്തക്കേടുകൾ ഉണ്ട് അകത്ത് തന്നെ. ചർച്ച് ഓഫ് ഗോഡിന്റെ എംബ്ലം നിങ്ങളൊക്കെ കാണുന്നുണ്ടായിരിക്കും. പണ്ട് അതിനകത്തും കുരിശുണ്ടായിരുന്നു. ഇപ്പോഴാണെങ്കിൽ കുറച്ചും കൂടെ കുരിശും അതിൽ വെച്ചിരിക്കുന്നത് ആ കുരിശിൽ നിന്ന് പരിശുദ്ധാത്മാവിന്റെ അഗ്നി ആളിപ്പടരുന്ന ഒരു ചിത്ര, അഗ്നിനാവാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അത് ഒറ്റ നോട്ടത്തിൽ പലരും പറയാറുണ്ട്, ഇനി അതിലൊരു കുത്തും കൂടെ, ഒരു ബിന്ദുവും കൂടെ കൊടുത്താൽ പാമ്പ് പോലെ തന്നെ ഇരിക്കും. വ്യക്തിപരമായി ഞാൻ അതിനെ
എന്താണ് പറയുന്നത്, അതിനോട് വിയോജിക്കുന്നു. നമ്മുടെ എംബ്ലങ്ങളിലും കലണ്ടറുകളിലും ഒക്കെയുള്ള കുരിശടയാളങ്ങൾ പാടില്ലാത്തതാണ്. പാടില്ലാത്തതാണ്. പണ്ട് കാനവശം പറഞ്ഞതുപോലെ, ഇപ്പം ഏത് ഒട്ടകത്തിന്റെ മുകളിൽ കയറിയാലും ഈ ഒരു കൂനും കുഴി ഉള്ളത് കൊണ്ട് അസംതൃപ്തരാണെങ്കിലും അതിലിങ്ങനെ പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഏതാണ്ട് എല്ലാ സഭകളുടെയും എംബ്ലങ്ങളിൽ കുരിശ് വെച്ചിട്ടുണ്ട്. അത് പാടില്ല. അതുകൊണ്ടും കൂടെയാണ് ആഭരണവർജനം നാം ഒരിക്കൽ ആചരിച്ചിരുന്നത്. എന്ന് വെച്ചാൽ അരുതെന്ന് പഠിപ്പിച്ചത്. ക്രൈസ്തവർ അവരുടെ മാല, അത് സ്വർണമോ വെള്ളിയോ മുത്തോ രുദ്രാക്ഷമോ, ഇനി അതും അല്ലെങ്കിൽ വെറും നൂലെ കെട്ടിയായാലും ഒരു കുരിശ് തൂക്കിയിരിക്കും. അതുപോലെ തന്നെ ക്രിസ്ത്യാനികൾ പണിയിപ്പിക്കുന്ന ആഭരണങ്ങളിൽ ഏറ്റവും ആദ്യം വെക്കുന്ന അടയാളവും കുരിശിൻ്റെതായിരുന്നു. അതൊക്കെ കൊണ്ട് തന്നെ അതും കൂടെ ഒഴിവാക്കാനായിട്ടാണ് ആഭരണവർജനം ആചരിച്ചത്. അതിന് ഒരു കാരണം അതും കൂടെയായിരുന്നു. എന്നാൽ ഇന്ന് ആ കുരിശും ധരിച്ചുകൊണ്ട് മിക്ക പെന്തക്കോസ്ത് സഭകളും ഇന്ന് അതിനെയൊക്കെ കണ്ണടച്ച് അനുവദിക്കുന്ന ഒരവസ്ഥയുണ്ട്. അപ്പം കുരിശ് ഈ നിലകളിലൊന്നും തന്നെ നാം ഒരു ആരാധനാ വസ്തുവോ ക്രിസ്ത്യാനിത്വത്തിന്റെ അടയാളമോ ഒന്നുമാക്കാൻ പാടില്ലാത്തതാണ്. അത് ചോദിച്ചത് വളരെ പ്രസക്തമായൊരു സംഗതിയാണ്. നമുക്ക് കഴിയുമെങ്കിൽ അതെല്ലാം ഒഴിവാക്കുക തന്നെയാണ് ഉത്തമം. പാസ്റ്റർ അമേരിക്ക വന്നപ്പോ കണ്ടു കാണുമല്ലോ, മിക്ക ചർച്ചിനകത്തും പുറത്തും ഒക്കെ കുരിശ് സ്ഥാപിച്ചിട്ടുണ്ടല്ലോ. അതെ അതെ, ഉണ്ട് ഉണ്ട്. നമ്മുടെ അത് സഭകളിലും ക്രിസ്ത്യാനികളുടെ ഒരു സ്ഥാപനമാണെന്ന് മനസ്സിലാക്കാനാണെന്നൊക്കെയാ പറയുന്നത്. അതാണ് ഇവിടെ നോർത്ത് ഇന്ത്യയിലും പറയുന്നത്. പക്ഷെ അതില്ലാതെ തന്നെയും ക്രൈസ്തവ്യമാണ് അല്ലെങ്കിൽ ക്രിസ്ത്യാനികളുടേതാണെന്ന് പേരുകൊണ്ട്, ചർച്ചെന്നോ അല്ലെങ്കിൽ പേരുകൊണ്ടോ മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഇതെല്ലാം നമ്മള് എല്ലാം പുറത്തുനിന്ന് ഇങ്ങനെ കടമെടുക്കുക. അപ്പൊ ഈ ഒരു നിലയിൽ കടമെടുത്തു പോയാൽ അന്ന് സഭ റോമാ മതത്തിൽ നിന്ന് കടമെടുത്ത് ഈ വ്യാജമതമായി തീർന്നതുപോലെ, പിശാചിന്റെ കാന്തയായി തീർന്നതുപോലെ ഇന്നത്തെ സഭയും ആ നിലയിൽ അധപ്പതിക്കാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ എബ്രാം ജോസഫ് പാസ്റ്റർ അതായിരുന്നു പറഞ്ഞത്. നമ്മൾ ഒരുമിച്ച് പഠിച്ചതും ഈ സഭയിൽ റോമൻ കാത്തോലിസിസവും പ്രൊട്ടസ്റ്റാന്റിസവും മാത്രമല്ല പെന്റിക്കോസ്റ്റാലിസവും ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. ഈ സഭയിലും ഈ നിലകൾ തുടരുന്നവർ ഈ വ്യാജമതത്തിന്റെ ഭാഗമായി തന്നെ മാറുകയാണ്. നാം ആരും അങ്ങനെയാകാൻ പാടില്ല. പല ആചരണങ്ങളും ഇന്ന് സഭയിലേക്ക് മറ്റിടത്തു നിന്ന് കയറിക്കൂടുകയാണ്. പാടില്ലാത്ത സംഗതികളാണ്. ആർക്കറിയാം, ഇങ്ങനെ പോയാൽ ഇനി കുരിശുവരയും കൂടെ നമ്മുടെ ഇടയിൽ വരുമോ? അതിന്റെ അർത്ഥമൊക്കെ വളരെ കാര്യമായിട്ടാണല്ലോ. സ്വർഗത്തിൽ നിന്ന് താഴെ ഭൂമിയിലേക്ക് ഇറങ്ങി വരികയും ഇടത്തിന്റെ മക്കളായിരുന്ന ഞങ്ങളെ വലത്തിന്റെ മക്കളാക്കി തീർക്കുകയും ചെയ്തതിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് കുരിശുവര എന്നാണ് അതിന്റെ അർത്ഥം. ഇനി ആ അർത്ഥം പഠിപ്പിച്ച് നമുക്കും അങ്ങനെ തന്നെ അത് മനസ്സിലാക്കിക്കൊണ്ട് ഓർത്തുകൊണ്ട് വരയ്ക്കാം എന്ന് വച്ചാൽ ആർക്കറിയാം നമ്മുടെ ഇടയിലും കടന്നുകൂടത്തില്ലയോ എന്ന്. അപ്പൊ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ദൈവത്തിന്റെ ദാസന്മാരെ ചരിത്രപരമായിട്ടും ഒക്കെ ഇത് കറക്റ്റ് ചെയ്യേണ്ടതല്ലേ? എങ്ങനെ ആടുകളാകുന്ന ഞങ്ങൾക്ക് ഇതൊക്കെ ഗ്രഹിക്കാനും, ഇപ്പം പാസ്റ്റർ പറഞ്ഞ അനേക കാര്യങ്ങൾ
ഞാൻ കേട്ടിട്ട് ഞാൻ കരഞ്ഞോണ്ടാ ഇവിടെ ഇരിക്കുന്നത്. കാരണം ഇത് നേരത്തെ അറിയാൻ പറ്റിയില്ലല്ലോ എന്ന് ഓർത്ത് ഭാരപ്പെടുന്നുണ്ട്. അപ്പം തീർച്ചയായിട്ടും ആന്റി, തീർച്ചയായിട്ടും. ആടുകളാകുന്ന ഞങ്ങൾക്ക് അപ്പം ഈ ഈ ക്രിസ്തുവിന്റെ നാമനിമിത്തം കഷ്ടപ്പെടുന്ന ഞങ്ങൾ എന്ത് ചെയ്യണം? ഇത് ഞങ്ങൾക്ക് പറഞ്ഞു തരാനല്ലേ സഭ? തീർച്ചയായും നമ്മുടെ നേതൃത്വം ഈ കാര്യങ്ങളൊക്കെ അറിയുന്നവർ ആമോസിലുമൊക്കെ ആവർത്തിച്ചു പറയുന്ന ഒരു പ്രയോഗമുണ്ട്. രാജാവ്, പ്രഭുക്കന്മാർ, പ്രവാചകന്മാർ, പുരോഹിതന്മാർ, ഈ 4 കൂട്ടരെ പ്രവാചകന്മാർ പൊതുവെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. രാജാക്കന്മാർ, പ്രഭുക്കന്മാർ, ഇവർ 2 കൂട്ടരും രാഷ്ട്രീയ ഭരണം കൈയാളുന്നവരാണ്. നമ്മുടെ പ്രധാനമന്ത്രിയും മന്ത്രിമാരും പോലെയാണ് രാജാവും. ഒരു രാജാവ്, പ്രഭുക്കന്മാർ ഏറെയുണ്ട്. അവരിലൂടെയാണ് ഭരണം നടത്തുന്നത്. രാഷ്ട്രീയ നേതാക്കന്മാരാണ് ഈ 2 കൂട്ടർ. യഹൂദയെ സംബന്ധിച്ച്, ഇസ്രായേലിനെ സംബന്ധിച്ച് രാജാവ് വെറും രാഷ്ട്രീയ നേതാവ് മാത്രമല്ല, ദൈവത്തിന്റെ പ്രതിനിധിയായി നിൽക്കേണ്ട ദൈവപുരുഷൻ കൂടെയാണ്. രാജാവിന്റെ പ്രധാനപ്പെട്ട കടമ രാഷ്ട്രീയ ഭരണം നടത്തുക എന്ന് മാത്രമായിരുന്നില്ല, താൻ ഭരിക്കുന്ന രാജ്യത്തെ ജനങ്ങളെ ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ ഉറച്ചു നിൽക്കുമാറാക്കുക എന്ന കർത്തവ്യവും കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ പല രാജാക്കന്മാരും അതിൽ വീണുപോയി. രാജാവിന് വീഴ്ച വന്നാൽ രാജാവിനെ തിരുത്തി രാജാവിനെ ന്യായപ്രമാണ പാലനത്തിലേക്ക് മടക്കിക്കൊണ്ടുവരേണ്ടവരാണ് പ്രഭുക്കന്മാർ. അവരും വീണു. ഈ 2 കൂട്ടരും തെറ്റിയാൽ അവരെ ദൈവത്തിന്റെ പാതയിലേക്ക് ഉപദേശിച്ചു മടക്കി വരുത്തേണ്ടവരായിരുന്നു പുരോഹിതന്മാർ. ന്യായപ്രമാണം ജനത്തെ പഠിപ്പിച്ച് അവരെ ദൈവത്തെങ്കിലേക്ക് മടക്കി വരുത്തേണ്ടവരായിരുന്നു. അവരും തെറ്റിയാൽ അവരെ ദൈവത്തെങ്കിലേക്ക് മടക്കി വരുത്തുവാൻ ദൈവം നിയോഗിച്ചയച്ചവരായിരുന്നു പ്രവാചകന്മാർ. പക്ഷേ അവരും കൂലി കൊതിച്ചും കൈക്കൂലി വാങ്ങിച്ചും സ്ഥാനമാനങ്ങൾ ആഗ്രഹിച്ചും സ്വന്തം സംരക്ഷണവും ഉയർച്ചയുമൊക്കെ കൊതിച്ചും കൊണ്ട് മറ്റേ 3 കൂട്ടരോടും ചേർന്നു. അപ്പോഴാണ് ഇരമ്യാവ് തുടങ്ങിയുള്ള പ്രവാചകന്മാരെ അയച്ചിട്ട് പറഞ്ഞത്, ഈ 4 കൂട്ടരും ഒരുപോലെ തെറ്റിപ്പോയത് കൊണ്ട് ഞാൻ നിങ്ങളെ ശിക്ഷിക്കാതെ വിടുകയില്ല. ഇതുപോലെ തന്നെയാണ് നമ്മുടെ സഭയ്ക്കകത്തേക്ക് വന്നാൽ ദൈവം ദൈവസഭയെ നയിക്കുവാൻ വേണ്ടി ദൈവത്തിന്റെ പകരക്കാരായി നിയമിച്ച നേതാക്കന്മാർ, നേതൃനിര, അതിൽ പല ശുശ്രൂഷക്കാരുണ്ട്. 5 ഫോൾഡ് മിനിസ്ട്രി എന്ന് 5 തരം ശുശ്രൂഷകർ അല്ലെങ്കിൽ ശുശ്രൂഷകൾ എന്ന് എഫേസ്യർ 4:11 നമ്മൾ കാണുന്ന ആ എല്ലാ ശുശ്രൂഷകന്മാരും ഇതിനകത്തിലുണ്ട്. ഇനിയും ഏതെങ്കിലും ഒരു പ്രത്യേക നേതൃത്വത്തിലേക്ക് ഒരാൾക്ക് എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ കൂടെ ദൈവം ഈ ശുശ്രൂഷകന്മാരെ എല്ലാം നിയമിച്ചാക്കിയിരിക്കുന്നത് ഈ ഉദ്ദേശത്തിന്, ദൈവജനത്തെ പഥ്യോപദേശത്തിൽ വളർത്തുക, ദൈവത്തിന്റെ ഹൃദയം ജനവുമായി പങ്കുവയ്ക്കുക. പക്ഷേ
നേതൃത്വം തുടങ്ങി താഴോട്ട് നല്ല ശതമാനം പേരും അതിൽ പരാജയപ്പെടുന്നു. അതുകൊണ്ടാണ് നമ്മുടെ സഭകൾ ഇന്ന് ഈ നിലയിലേക്ക് അധപ്പതിച്ചുകൊണ്ടിരിക്കുന്നത്. ആള് കൂടുന്നുണ്ടാകാം, പണം കൂടുന്നുണ്ടാകാം, സ്ഥാവര ജംഗമ വസ്തുക്കൾ, സ്ഥലവും കെട്ടിടങ്ങളുമൊക്കെ വർദ്ധിക്കുന്നുണ്ടാകാം, വിദ്യാഭ്യാസം കൂടുന്നുണ്ട്, ഡോക്ടറേറ്റ് ഉള്ള എത്രയോ പാസ്റ്റേഴ്സ് നമുക്കുണ്ട്. എഴുത്തും വായനയും അറിയാത്ത പാസ്റ്റേഴ്സും വിശ്വാസികളുമായിരുന്നു ആദ്യകാലങ്ങളിൽ പലരും. അവിടെ നിന്നും ഇന്ന് മാസ്റ്റേഴ്സ് ഡിഗ്രി ഉള്ളവരും ഡോക്ടറേറ്റ് ഉള്ളവരുമായ പാസ്റ്റേഴ്സ് തന്നെ എത്രയോ പേരുണ്ട്. ചില പ്രാദേശിക സഭകൾ ഡോക്ടറേറ്റ് മാസ്റ്റേഴ്സ് എങ്കിലും ഉള്ളവരെയാണ് അവരുടെ പാസ്റ്റേഴ്സായിട്ട് തിരഞ്ഞെടുക്കുന്നത്. ആ നിലയിലേക്കൊക്കെ നമ്മൾ വർദ്ധിച്ചു. ലവോദിക്യ സഭ പറയുന്നത് പോലെ, ഞാൻ സമ്പന്നൻ, ഞാൻ ധനവാൻ, എനിക്കൊന്നിനും കുറവില്ല, മുട്ടില്ല. ഈ നിലകളിലൊക്കെ നമ്മൾ ഉയർന്നെങ്കിലും രാഷ്ട്രീയ സ്വാധീനമുള്ള എത്രയോ പേരിന്ന് നമുക്കുണ്ട്. രാഷ്ട്രീയ സ്വാധീനം. ചില സഭകളൊക്കെ ചില വ്യക്തികളെ മാനേജർമാരായിട്ടോ കൺവീനർമാരായിട്ടോ ഒക്കെ നിയമിക്കുന്നത് പോലും അവരുടെ രാഷ്ട്രീയ സ്വാധീനങ്ങൾ നോക്കിയാണ്. പണത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും സ്വാധീനം കൊണ്ടാണ് പലരെയും പല സ്ഥലങ്ങളിലും പല സ്ഥാനങ്ങളിലും ഇന്ന് നിയമിക്കുന്നത്. ഇതൊക്കെ നമുക്ക് വർദ്ധിച്ചു. പക്ഷേ അപ്പോഴൊക്കെ ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നത് ആത്മീയ മൂല്യങ്ങളാണ്. ഡിക്ലൈനിങ് സ്പിരിച്വൽ വാല്യൂസ്. ഇത് തിരിച്ചറിയുന്നവർ പോലും കുറവാണ് എന്നതാണ് ഇന്നത്തെ വിഷമം. എന്നാൽ ഇപ്പൊ ആന്റി പറഞ്ഞതുപോലെ ഇത് തിരിച്ചറിയുന്ന, കരയുന്ന, നെടുവീർപ്പിടുന്ന ഒരു കൂട്ടറുണ്ടെങ്കിൽ ദൈവം അവരുടെ കണ്ണുനീര് കാണാതിരിക്കില്ല. അവരുടെ നെടുവീർപ്പിന്റെ ശബ്ദം ദൈവം കേൾക്കാതിരിക്കില്ല. സ്തോത്രം. നമ്മൾ കുറച്ചു നാൾക്ക് മുമ്പ് യെഹെസ്കേൽ 9-ാം അധ്യായത്തിൽ വായിച്ചതുപോലെ യെരുശലേം എന്ന വിശുദ്ധ നഗരത്തിൽ നടക്കുന്ന സകല മ്ലേച്ഛതകളും നിമിത്തം നെടുവീർപ്പിട്ട് കരയുന്ന എന്റെ വൃതന്മാരുടെ നെറ്റിമേൽ അടയാളമിട്ട് മുദ്രയിട്ട് കഴിയുവോളം എന്ന് നാം അവിടെ കാണുന്നു. സ്തോത്രം. എന്തേ? യെരുശലേം എന്ന വിശുദ്ധ നഗരത്തിൽ, യെരുശലേം എന്ന വിശുദ്ധ നഗരത്തിൽ നടക്കുന്ന മ്ലേച്ഛതകൾ നിമിത്തം നെടുവീർപ്പിട്ട് കരയുന്ന എന്റെ വ്രതന്മാർ, my chosen people who sigh and cry because of the abominations in the holy city, Jerusalem. ഞാൻ അന്നും പറഞ്ഞൊരു കാര്യം ആവർത്തിക്കുന്നു ഈ ചോദ്യത്തിന്റെ മുമ്പിൽ. എന്താ ഇവര് നെടുവീർപ്പിട്ട് കരയുന്നത്? They are suppressed and they are oppressed. They are suppressed to such a position that they are unable to respond. But they are simply crying and sighing before God. Nothing else can they do. എന്തുകൊണ്ടാ ഈ വ്രതന്മാർ നെടുവീർപ്പിട്ട് കരയുന്നത്? അതല്ലാതെ അവർക്ക് പ്രതികരിക്കാൻ ഒക്കാത്ത ഒരു സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുക. പ്രതികരണ ശേഷി നഷ്ടപ്പെട്ടത് കൊണ്ടല്ല, പ്രതികരിക്കാൻ ഒക്കാത്തതുപോലെ അവരെ താഴ്ത്തി ചവിട്ടി അടിച്ചമർത്തിയിട്ടിരിക്കുന്നു. അല്ലെങ്കിൽ പ്രതികരിക്കാൻ ഒക്കാത്ത ഒരു നിലയിലാണവർ. സ്വാധീനമുള്ളവരല്ല. സമൂഹത്തിന്റെ മേൽ സ്വാധീനം ചെലുത്താൻ അവർക്ക് കഴിയുന്നില്ല. നേതൃത്വത്തിന്മേൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്നില്ല. അവർക്ക് പ്രൊട്ടസ്റ്റ് ചെയ്യാൻ,
അവർക്ക് അവരുടെ എതിർപ്പ് പ്രകടമാക്കാൻ കഴിയുന്നില്ല. അവർക്ക് പിന്നെ ആകെക്കൂടെ കഴിയുന്നത് എന്തേ ഉള്ളൂ? ദൈവസന്നിധിയിൽ നെടുവീർപ്പിട്ട് കരയുക. ഒരുപക്ഷെ അവര് പോലും പ്രതീക്ഷിച്ചു കാണില്ല. പക്ഷെ ദൈവം അവരുടെ നെടുവീർപ്പ് അറിഞ്ഞു, കണ്ണുനീർ കണ്ടു. അവരുടെ മേൽ മുദ്രയിടാൻ മഷിക്കുപ്പിയുമായി ഒരുത്തനെ പറഞ്ഞയച്ചു. അങ്ങനെയെങ്കിൽ ഇന്ന് നമ്മുടെ സഭകളിലും നടക്കുന്ന ഈ മൂല്യച്യുതിയെ കണ്ട്, വീഴ്ചയെ കണ്ട്, അരുതായ്മകളെ കണ്ട് പ്രതികരിക്കാൻ കഴിയാതെ ദൈവസന്നിധിയിൽ കണ്ണീരൊഴുക്കുന്ന വിശുദ്ധന്മാർ, നാം ആരും അറിയപ്പെടാത്തവരാകാം, ആരാലും അറിയപ്പെടാത്തവരാകാം, സ്വാധീനമില്ലാത്തവരാകാം, നമ്മൾ പറഞ്ഞാൽ ആരും കേൾക്കില്ലായിരിക്കും. പക്ഷേ നമ്മൾ കരഞ്ഞാൽ ദൈവം കാണാതിരിക്കില്ല. നാം നെടുവീർപ്പിട്ടാൽ ദൈവം കേൾക്കാതിരിക്കില്ല. നമ്മുടെ ഹൃദയത്തിന്റെ സ്പന്ദനങ്ങളെ ദൈവം അറിയാതിരിക്കില്ല. നാം ഭൂരിപക്ഷത്തിനൊത്ത് ഒഴുകാൻ ഒരുങ്ങരുത്. ഒറ്റയ്ക്ക് മാറി നിൽക്കേണ്ടി വന്നാലും തിരുവഴുത്തിന്റെ സത്യങ്ങൾക്ക് വേണ്ടി നിൽപ്പാൻ തയ്യാറായാൽ, നമ്മുടെ ദീർഘനിശ്വാസങ്ങൾക്ക് പോലും ലിപികൾ കൊടുത്ത്, ഭാഷ കൊടുത്ത് പിതാവിങ്കലേക്ക് അതിനെ കൈമാറുന്ന ഒരു ദൈവാത്മാവ് നമ്മിൽ വസിക്കുന്നുണ്ട്. സ്തോത്രം. അതുകൊണ്ട് ഈ വിഷയങ്ങളിലൊക്കെ നേതൃത്വത്തിന് വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്, പ്രസംഗകർക്ക് വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. ജനത്തിന് ഇഷ്ടപ്പെടുന്ന കുറച്ച് സന്തോഷത്തിന്റെ, അവരെ ധൈര്യപ്പെടുത്തുന്ന, കടം മാറുന്ന, രോഗം മാറുന്ന, വീട് വയ്ക്കുന്ന, മക്കളുടെ ഭാവി ശരിയാകുന്ന കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കയ്യടി നേടി പോവുകയാണ് പലരും. അല്ല, പകരം ആരും കൈയടിച്ചില്ലെങ്കിലും സ്തോത്രം, ജനത്തെ ഈ സത്യം ഗ്രഹിപ്പിച്ച് ഈ ബോധത്തിലേക്ക് വരുത്തുകയാണ് നേതൃത്വത്തിന്റെ, ശുശ്രൂഷകന്മാരുടെ, സൺഡേ സ്കൂൾ ടീച്ചേഴ്സിന്റെ, യൂത്ത് ലീഡേഴ്സിന്റെ ഒക്കെ കർത്തവ്യം. നമുക്ക് നമ്മുടെ പ്രാദേശിക സഭകളിൽ ഒരാളിനോടെങ്കിലും പറയാനോ ഒക്കെ സാധിക്കുമെങ്കിൽ അത് നാം ചെയ്യുക. അതുമല്ലെങ്കിൽ പ്രാർത്ഥനയിലെങ്കിലും ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഉൾക്കൊള്ളിക്കാം. നമുക്ക് പറയാൻ അവസരമില്ലെങ്കിൽ പ്രാർത്ഥനയിലെങ്കിലും നെടുവീർപ്പോടെ ദൈവസന്നിധിയിൽ നമുക്ക് കരയാം. തീർച്ചയായും നമ്മുടെ പ്രാർത്ഥനകളെ കർത്താവ് കേൾക്കാതിരിക്കില്ല, മറികടന്ന് പോകത്തില്ല. സ്തോത്രം. അതാണ് നമുക്ക് വേണ്ടത്. അങ്ങനെയുള്ള പ്രാർത്ഥനാ കൂട്ടങ്ങളൊക്കെയാണ് മുൻകാലങ്ങളിൽ ദൈവസഭകളായിട്ട് വളർന്നിട്ടുള്ളത്. അതുകൊണ്ടാ പലരും ഇന്ന് ചിന്തിക്കുന്നത് പെന്റിക്കോസ്റ്റ് വിതിൻ ദ പെന്റിക്കോസ്റ്റാലിസം, പെന്തക്കോസ്തിനകത്ത് ഒരു പെന്തക്കോസ്റ്റ് ഉണ്ടാകും എന്ന് വിശ്വസിക്കുന്ന ഒരു നല്ല ശതമാനം ആൾക്കാരുണ്ട്. ന്യൂജൻകാര് പറയുന്നത് അവരാണതെന്ന അല്ല. വിശുദ്ധിക്ക് വേണ്ടി, ഉപദേശ സത്യങ്ങൾക്ക് വേണ്ടി, പ്രായോഗിക വിശുദ്ധിക്ക് വേണ്ടി ഒക്കെ നിൽക്കുന്ന ഒരു ന്യൂനപക്ഷം ഇതിനകത്ത് നിന്നും തീർച്ചയായും എഴുന്നേൽക്കും. ഇതിനകത്ത് തന്നെ ഉണ്ട്. എന്നാൽ അവർ കളങ്കപ്പെടാതെ തീർച്ചയായും തങ്ങളുടെ വിശുദ്ധിയുടെ നിലവാരം സൂക്ഷിച്ചുകൊണ്ട് കർത്താവിന്റെ വരവിനായി മാത്രം ഒരുങ്ങി നിൽക്കും. ആ ഗണത്തിൽ നമുക്കും പെടാം, നമുക്കുമായിരിക്കാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അങ്ങനെ കരയുന്നവരും പ്രാർത്ഥിക്കുന്നവരും നമുക്കിടയിൽ തീർച്ചയായിട്ടും കാണും. അങ്ങനെയുള്ളവരായി നമുക്ക് തീരാം.
സ്തോത്രം. നമ്മുടെയൊക്കെ ഒരു പ്രാർത്ഥനാ വിഷയമായിരിക്കണം അത്. ദൈവത്തിനു വേണ്ടി മാറി നിൽക്കുവാൻ കഴിയുന്നവർ. എല്ലാവർക്കും മോശയാകാൻ പറ്റില്ല, പക്ഷെ അക്കൂട്ടത്തിൽ ഒരു മോശ കാണും. സ്തോത്രം. ആ മോശ ആഹ്വാനം കൊടുക്കുകയാണ്, യഹോവയുടെ പക്ഷത്തുള്ളവൻ മാറി നിൽക്കട്ടെ, അപ്പോൾ അടുത്തു വരാൻ ലേവി ഗോത്രവും കാണും. ആ അനുഭവത്തിലേക്ക് ദൈവം നമ്മെ നടത്തട്ടെ എന്ന് കർത്താവിനോട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്ന് ഈ പ്രാർത്ഥനയോടെ ഇവിടെ നിർത്താം. 18-ാം അധ്യായത്തിലേക്ക് അടുത്ത ദിവസം കർത്താവിന്റെ വരവ് താമസിക്കുന്നെങ്കിൽ നമുക്കെത്താം. സ്തോത്രം. അതിലേക്ക് നാം എത്തിയില്ലെങ്കിലും ഇതാണ് നമുക്ക് കൂടുതൽ ആവശ്യമായിരിക്കുന്നത്. സ്തോത്രം. അതിനായി നമുക്ക് നമ്മെ തന്നെ സമർപ്പിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രൈസ് ഗോഡ്.